നമസ്കാരം. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. അതായത് മെയിൻ എൻട്രൻസിൻ്റെ മുമ്പിലത്തെ കാഴ്ചകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ നമ്മുടെ 4ാമത്തെ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, അതായത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ 4ാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ അവിടെ ഒരു എൻട്രൻസ് ഉണ്ട്. അത് ഞാൻ നിങ്ങളെ കൊണ്ടുപോയി കാണിക്കുന്നതാണ്. ഇപ്പോൾ സമയം ഇപ്പോൾ ഉച്ചയ്ക്ക് 1 മണി കഴിഞ്ഞ് വരുന്നതേ ഉള്ളൂ. ഇതേ മെയിൻ എൻട്രൻസിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൊട്ട് മുമ്പിൽ തന്നെ നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഉണ്ട്, അതിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലായിട്ട് തന്നെ. പിന്നെ അതേ ടാക്സി സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അകത്തോട്ട് കയറി നമ്മുടെ ബാക്കി വിശേഷങ്ങളൊക്കെ പറയുന്നതിനെ പറ്റി, നമ്മുടെ യാത്രേനെ പറയുന്നതിനെ പറ്റി ഞാൻ എങ്ങനെ ഇങ്ങോട്ട് വന്നതെന്ന് പറയാം. ഞാൻ വന്നത് നമ്മുടെ കൊല്ലത്തു നിന്നാണ്. നമ്മുടെ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞാൻ വന്ന ട്രെയിൻ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് എല്ലാ ദിവസവും എടുക്കുന്ന ട്രെയിൻ നമ്പർ 12076 കോഴിക്കോട് ജനശതാബ്ദി എക്സ്പ്രസ്സിലാണ് വന്നത്. ഇതേ ട്രെയിനിൽ തന്നെ നമ്മൾ തിരിച്ച് കോഴിക്കോട് നിന്ന് യാത്ര ചെയ്യുന്നത് തിരുവനന്തപുരത്തേക്ക്. അതാണ് നിങ്ങളെ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ട്രെയിൻ ജേണി. എന്തുകൊണ്ടാണ് ഞാൻ കൊല്ലത്തുനിന്ന് കോഴിക്കോടേക്കുള്ളത് നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചിരുന്നു കഴിഞ്ഞാൽ, നമ്മൾ ഈ എറണാകുളം ജംഗ്ഷൻ വരെ ഉള്ളതൊക്കെ പല രീതിയിലും പല വീഡിയോസിലായിട്ട് നമ്മളിങ്ങനെ ഓരോ സ്റ്റേഷൻസ് കവർ ചെയ്ത് നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു തിരിച്ചുള്ള യാത്രയാകുമ്പോഴത്തേക്ക് ഒരു സ്റ്റാർട്ടിങ് ഇതുവരെ കാണിക്കാത്തതാണല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചു കോഴിക്കോട് നിന്ന് തിരൂർ, ഷൊർണൂർ, തൃശ്ശൂരൊക്കെ കാണിച്ച് ഇങ്ങനെ തിരിച്ചുള്ള ജേണി നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതേ സെയിം ട്രെയിനിൽ തന്നെ ട്രെയിൻ നമ്പർ 12075 ആയിട്ട് ഉച്ചയ്ക്ക് 1:45 കോഴിക്കോട് നിന്ന് എടുക്കുന്ന ഇതേ ട്രെയിനിൽ നമ്മൾ തിരിച്ചു വരും. ഇപ്പം നിങ്ങൾ ഈ കൊച്ചു വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ, ഇതൊരു ഇൻട്രോയാണ്. അതായത് ഞാൻ അങ്ങോട്ട് വന്ന ഭയങ്കര ദാരുണമായ യാത്രയായിരുന്നു. ഫാനുകളൊന്നും കറങ്ങിയില്ല, പ്രത്യേകിച്ച് ഈ ചൂട് സമയത്ത് ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു ഈ ജനശതാബ്ദിയിൽ. പിന്നെ ഇത് കണ്ടില്ലേ നിങ്ങൾ, നമുക്ക് ഈ ഫുഡൊക്കെ വെച്ചിരുന്ന് കഴിക്കാൻ പറ്റുന്നൊരു സംവിധാനമാണ്. പക്ഷേ ഇതിനകത്തൊന്നും ഫുഡ് വെച്ചിരുന്ന് കഴിക്കാനോ നേരെ ചൊവ്വേ നമുക്കൊന്ന് ഇത്രയും ലോങ് യാത്ര ചെയ്യേണ്ടതാണ്. ഒരു കംഫർട്ടബിളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായം കൂടെ നിങ്ങളൊന്ന് പറ ജനശതാബ്ദിയെ പറ്റിയിട്ട്. ഇത്രയും ഹൈ പ്രയോറിറ്റി വണ്ടിയാണല്ലോ നമ്മുടെ ഈ ട്രെയിൻ. അപ്പോൾ അതേ കണ്ടില്ലേ, ഇത് കണക്ക് നിവർന്നിരിക്കാനോ. പിന്നെ ടിക്കറ്റ് ചാർജ് പറഞ്ഞത് 170 രൂപയാണ്. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നില്ലേ, കോഴിക്കോട് വന്നത് ഏത് കോച്ചിലാണ്, ഏത് സീറ്റിലാണ് എന്നുള്ളതൊക്കെ വളരെ വിശദമായിട്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കണ്ടില്ലേ, D15 ആണ് എൻ്റെ കോച്ച്. അതായത് ഞാൻ കൊല്ലത്ത് നിന്ന് കോഴിക്കോട് വന്നത് D15ലാണ്. പുറത്ത് ഫുള്ള് ഫിലിമിൻ്റെ പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വെച്ചേക്കാണ്. വണ്ടി ഒരു ഹൈ പ്രയോറിറ്റി വണ്ടിയാണെന്ന് ഒരിക്കലും പറയത്തില്ല. ഏതാ നമ്മുടെ ജനശതാബ്ദി എക്സ്പ്രസ്. അത് അകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സ്ഥിര യാത്രക്കാർക്കും അറിയാവുന്ന കാര്യമാണ്. എൻ്റെ സീറ്റ് നമ്പർ 12 ആയിരുന്നു, അതായത് വിൻഡോ സൈഡ്. ഇതൊക്കെ എഴുതിക്കുന്നുണ്ടല്ലേ, താണ്ട സീറ്റിൻ്റെ ഒരു സെറ്റപ്പ് നിങ്ങൾ കണ്ടല്ലോ. ഇത്രയും ലോങ് യാത്ര ചെയ്യേണ്ടതാണ്. കുറച്ച് എന്ന് വെച്ചാൽ ഒരുപാട് കനമുള്ളവരോ അല്ലെങ്കിൽ സൈസുള്ളവരോ ആരുമല്ല പറഞ്ഞു, ഒരു മീഡിയം ഉള്ളവർക്ക് പോലും വളരെ കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ട്രെയിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അത് ഞാൻ പറയാം. തിരിച്ചെന്തായാലും റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തോട്ട് പോകാം നമുക്ക്. ഞാൻ പ്ലാറ്റ്ഫോം നമ്പർ 1 വന്ന് നിൽക്കുകയാണ്. അപ്പം നമ്മുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനെ പറ്റി പറയുകയാണെങ്കിൽ, അതായത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ അഥവാ കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷൻ എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അറിയാത്തവർക്കും കൂടെ വേണ്ടിയിട്ട് പറയാം, അറിയാവുന്നവരും വേണമെങ്കിൽ കേട്ടോ. ഇന്ത്യയിലെ തന്നെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനിലൊന്നാണ് നമ്മുടെ ഈ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ. 4 പ്ലാറ്റ്ഫോമുകളും 2 ടെർമിനലുകളും 6 ട്രാക്കുകളും ഉള്ളൊരു അടിപൊളി റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് കേട്ടോ നമ്മുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ. ഇതിന് നമ്മൾ ആദ്യം ഞാൻ കാണിച്ചില്ലേ നിങ്ങളെ ഫസ്റ്റ് പ്ലാറ്റ്ഫോം, ആദ്യത്തെ പ്ലാറ്റ്ഫോമിന് 24 കോച്ചുകളുള്ള ട്രെയിനുകളെ ഉൾക്കൊള്ളാനുള്ള ശേഷിയുണ്ട്. അതേപോലെ തന്നെ 4ാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ കാര്യം നേരത്തെ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ, വീഡിയോ ഇൻട്രോ ചെയ്യുന്നത്, അത് ഞാൻ കൊണ്ട് കാണിക്കാവേ. അവിടുത്തെ ഒരു എൻട്രൻസ്, ആ ഒരു പ്ലാറ്റ്ഫോമിനും 24 കോച്ചുകൾ ഉൾക്കൊള്ളാനുള്ള ശേഷിയുണ്ട്. പിന്നെ നമ്മുടെ 2ാമത്തെയും 3ാമത്തെയും പ്ലാറ്റ്ഫോമിന് 20 കോച്ചുകൾ ഉൾക്കൊള്ളാനുള്ള ശേഷിയുണ്ട്. അപ്പോൾ ഇതാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനെ പറ്റിയിട്ടുള്ള ഒരു സിമ്പിളായിട്ട് പറയാനുള്ള കാര്യം. പിന്നെ അത് കൂടാതെ തന്നെ നമ്മുടെ മുംബൈ, ന്യൂഡൽഹി, ബാംഗ്ലൂർ, ഹൈദരാബാദ്, ചെന്നൈ, കൊൽക്കത്ത, പൂനെ, കോയമ്പത്തൂർ, വിശാഖപട്ടണം, തിരുവനന്തപുരം, മംഗലാപുരം, ജമ്മു താവി, ഗോവ, ഇതുപോലുള്ള ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളുമായി നഗരത്തെ ബന്ധിപ്പിക്കുന്ന ട്രെയിനുകളുള്ള കേരളത്തിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനിൽ ഒന്നാണ് ഇത് നമ്മുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ. അപ്പം മറക്കണ്ട, 4 പ്ലാറ്റ്ഫോം, 6 ട്രാക്കുകൾ. ആദ്യമായി സർവീസ്, അതായത് നമ്മുടെ ഈ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ തുറന്ന് പ്രവർത്തിക്കുന്നത് 136 വർഷം മുമ്പാണ്. 2 ജാനുവരി 1888. അപ്പോൾ മൊത്തത്തിലൊന്ന് ഓട്ടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനെ പറ്റി പറയാൻ. ചിലപ്പോൾ ഇതിലും ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്നവരും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ ആഗ്രഹപ്പെടുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മെയിൻ പരിപാടി എന്തുവാ, നമ്മുടെ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന തിരുവനന്തപുരം സെൻട്രൽ ജനശതാബ്ദി എക്സ്പ്രസ്സിലെ ഒരു ട്രെയിൻ യാത്ര നിങ്ങളെ കാണിക്കണം.
മനസ്സിലായോ? നമ്മൾ ഇങ്ങോട്ട് വന്നതും അതേ സെയിം ട്രെയിനിൽ തന്നെ ആയിരുന്നു. ഏതാ ട്രെയിൻ നമ്പർ 12076 കോഴിക്കോട് ജനശതാബ്ദി എക്സ്പ്രസ്. 2 വണ്ടിയും ഡെയിലി സർവീസ് നടത്തുന്നതാണ്. തിരുവനന്തപുരത്ത് നിന്ന് 5:55 എടുത്ത് കോഴിക്കോടിന് 12:55 അല്ലെങ്കിൽ 1 മണി, തിരിച്ച് കോഴിക്കോട് നിന്ന് 1:45 ഒരു 9:30 തിരുവനന്തപുരം സെൻട്രൽ. നമ്മൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കൊല്ലത്തുനിന്ന് കോഴിക്കോടും കോഴിക്കോട് നിന്ന് കൊല്ലത്തേക്കുമാണ് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ടിക്കറ്റ് ചാർജ് വരുന്നത് 170 രൂപയാണ് ഒരാൾക്ക്. സെക്കൻഡ് സിറ്റിംഗും ഉണ്ട്, ചെയർ കാറും ഉണ്ട്. അപ്പം നമ്മൾ വന്നത് സെക്കൻഡ് സിറ്റിങ്ങിലായിരുന്നു. നിങ്ങളത് ഇത് കണ്ടില്ലേ, നമ്മുടെ ജനശതാബ്ദി ഫുള്ള് ഇങ്ങനെ അവർ ഓരോ സിനിമയുടെ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ ചെയ്തു വെച്ചേക്കാണ്. കോച്ചുകളൊക്കെ വളരെ മോശമാണ്. അകത്തുള്ള കാഴ്ചകൾ ഞാനിപ്പോൾ AC ചെയർ കാർ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ചെയർ കാർ ക്ലാസ്സസ്. അതായത് സെക്കൻഡ് സിറ്റിങ്ങും ചെയർ കാറും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് പിന്നെയും കുഴപ്പമില്ല എന്ന് വെച്ചാൽ അടിപൊളിയാണെന്നല്ല, നല്ല കൂളിംഗ് ഒക്കെ ഉണ്ട്, അഡ്ജസ്റ്റബിൾ ആണ് ആൾക്കാർക്ക് യാത്ര ചെയ്യാനൊക്കെ. പിന്നെ ചാർജിങ് പോർട്ട് ഉണ്ടത് എന്നുള്ളത് ഒരു എടുത്തു പറയേണ്ട കാര്യമാണ്. നമ്മുടെ കോച്ചിൽ അതായത് നമ്മൾ സെക്കൻഡ് സിറ്റിങ്ങിൽ യാത്ര ചെയ്ത് വന്നപ്പോൾ ചാർജിങ് പോർട്ട്സ് ഇല്ലായിരുന്നു. എന്ന് വെച്ചാൽ പൂർണ്ണമായും ഇല്ല എന്നല്ല, നമ്മളെ ഈ വിൻഡോ സൈഡ് ഉണ്ടല്ലോ ബാത്റൂമിൻ്റെ സൈഡിലൊക്കെ, അവിടെ ഇങ്ങനെ ചാർജിങ് പോർട്ട്സ് ഉണ്ടായിരുന്നു. അല്ലാതെ നമ്മൾ ഇരിക്കുന്നിടത്തോ അങ്ങനെയുള്ള ഒന്നിലും ഞാൻ കണ്ടില്ല. ഓക്കെ, ഇനി അടുത്ത ഒരു ചെറിയ പരിപാടി. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് 4ാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ അവിടെ ഒരു എൻട്രൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അതിപ്പോൾ ഞാൻ നിങ്ങളെ കൊണ്ടുപോയി കാണിക്കാം. ഇതേ കണ്ടില്ലേ, ഇതാണ് 4ാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ എൻട്രൻസിൻ്റെ ഒരു കാഴ്ച. ഞാൻ ഒരെണ്ണം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതേ അടുത്തായിട്ടൊരു നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ മെയിൻ എൻട്രൻസും കണ്ടു, 4ാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ എൻട്രൻസും കണ്ടു. ഇനിയിപ്പോൾ നമുക്ക് അകത്തോട്ട് കയറിയിട്ട് നമുക്കിനി പോകുന്ന യാത്രയുടെ ബാക്കി വിശേഷങ്ങളിലേക്ക് പോവാം. ഒരുവിധം കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ. ഇതേ നമ്മളെ പയ്യൻ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് പ്ലാറ്റ്ഫോം നമ്പർ 4 ഇങ്ങനെ റെഡിയായിട്ട് കിടപ്പുണ്ട്. ട്രെയിൻ നമ്പർ 12075 ആയിട്ട്, അതായത് തിരുവനന്തപുരം സെൻട്രൽ ജനശതാബ്ദി എക്സ്പ്രസ് ആയിട്ട് കോഴിക്കോട് നിന്ന് ഉച്ചയ്ക്ക് 1:45 എടുത്തു കഴിഞ്ഞാൽ ഒരു 9:25 നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ എത്തും. എന്നാൽ നമ്മൾ കൊല്ലത്തുനിന്ന് കോഴിക്കോട് നിന്ന് കൊല്ലം വരെ യാത്ര ചെയ്യുന്നുള്ളൂ, സെയിം ട്രെയിനിൽ തന്നെ. ട്രെയിൻ നമ്പർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, 12076 ആയിട്ട് നമ്മൾ കോഴിക്കോട് ജനശതാബ്ദി എക്സ്പ്രസ്സിൽ കോഴിക്കോട് വന്നു. ഇനി തിരുവനന്തപുരം സെൻട്രൽ ജനശതാബ്ദി എക്സ്പ്രസ് ആയിട്ട് തിരിച്ച് ട്രെയിൻ നമ്പർ 12075 ആയിട്ട് നമ്മൾ കൊല്ലത്തോട്ട് പോകുന്നു. ആകെ നിർത്തുന്ന സ്റ്റേഷൻസ് തിരൂര്, ഷൊർണൂർ ജംഗ്ഷൻ, തൃശ്ശൂർ, ആലുവ, എറണാകുളം ജംഗ്ഷൻ, ചേർത്തല, ആലപ്പുഴ, കായംകുളം ജംഗ്ഷൻ, കൊല്ലം ജംഗ്ഷൻ, പിന്നെ വർക്കല ശിവഗിരി, തിരുവനന്തപുരം സെൻട്രൽ. ഇതിൽ കൊല്ലം ജംഗ്ഷൻ വരെ പോകുന്നുള്ളൂ നമ്മൾ. അത് കഴിഞ്ഞാൽ പിന്നെ 2 സ്റ്റോപ്പ്, അതായത് വർക്കല ശിവഗിരി പിന്നെ തിരുവനന്തപുരം സെൻട്രലിൽ നമ്മളെ ട്രെയിൻ എത്തുന്നതാണ്. പുറമേ ഉള്ള സിനിമയുടെ പോസ്റ്ററും സ്റ്റിക്കേഴ്സും ഒക്കെ കാണിച്ച് ഒരു ഭംഗി കാണിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ഭംഗി ട്രെയിനിൻ്റെ ഉള്ളിലില്ല. നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമ്മുടെ കോച്ച് D11 ആണ്, നമ്മുടെ സീറ്റ് നമ്പർ 18. അകത്തോട്ട് ഞാൻ കയറി കാണിച്ചു തരാം. ഒരു പുരാവസ്തു ട്രെയിൻ, ഹൈ പ്രയോറിറ്റി ആയിട്ടുള്ളൊരു ട്രെയിനാണ്. ഇതിൻ്റെ കണ്ടീഷൻ നിങ്ങൾ കാണുന്നില്ലേ. എൻ്റെ അങ്ങോട്ടുള്ള യാത്രയും വിൻഡോ സൈഡാണ്. ഞാൻ രണ്ടും വിൻഡോ സൈഡാണ്. WMA വിൻഡോ സൈഡ്, മിഡിൽ, പിന്നെ A എന്ന് പറയുന്നത് പാസേജ് വേ, അതായത് ഇങ്ങനെ അറ്റത്ത്. ഇതാണ് എൻ്റെ സീറ്റ്. ഇതാണ് മൊത്തത്തിലുള്ളൊരു വ്യൂ എൻ്റെ കോച്ചിൻ്റെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഹൈ പ്രയോറിറ്റി ആയിട്ടുള്ളൊരു വണ്ടിയിൽ ഇതേ കണക്ക് ഓരോ സിനിമകളുടെയും പിന്നെ ഓരോ പരസ്യങ്ങൾ ഇങ്ങനെ പോസ്റ്ററായിട്ട് വെച്ച് ഈ വണ്ടിയുടെ ഒരു പോരായ്മ കാണിക്കാതിരിക്കാനായിരിക്കാം എന്നാണോ എന്നെനിക്കറിയത്തില്ല. പക്ഷേ എന്താ പറയാനാ, ഇത്ര ഹൈ പ്രയോറിറ്റി വണ്ടിക്ക് ഇപ്പോൾ നമുക്ക് 170 രൂപയ്ക്ക് കൊടുക്കുന്ന ഒരു വാല്യൂം ഇല്ല എന്ന് തന്നെ പറയണം. ഞാനൊരു പക്കാ റെയിൽ ഫാനാണ്. ഈ ട്രെയിൻ ഒരിക്കലും കുറ്റം പറയുമല്ല, ഇതിൻ്റെ പോരായ്മകളാണത്. ഈ മെമു ട്രെയിനൊക്കെ നമ്മുടെ സ്വർഗ്ഗമാണ്. നമ്മൾ ഒരുപാട് വീഡിയോ മെമു ട്രെയിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, തങ്കമണി, ദിലീപിൻ്റെ പടം അങ്ങനെ ഉണ്ട്. കണ്ടവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം. അപ്പം മെമു ട്രെയിനുമായിട്ട് പോലും കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലായിപ്പോയി നമ്മുടെ ജനശതാബ്ദി. മെമു ഒക്കെ പിന്നെയും ഭേദമാണ്. ഇത്രയും ഹൈ പ്രയോറിറ്റി വണ്ടി ഇനിയും ചേഞ്ചുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണം. എന്തായാലും നമ്മളെ ട്രെയിൻ എടുക്കാനുള്ള ടൈമായി. ഇനി ട്രെയിനകത്ത് കയറിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കണ്ടും പറഞ്ഞൊക്കെ അങ്ങ് പോവാം. ഞാൻ വേറെ ഏതോ ട്രെയിൻ വരുന്നതെന്നും പറഞ്ഞ് പെട്ടെന്ന് നമ്മൾ ട്രെയിനകത്ത് കയറിയിട്ട് ഇപ്പുറ സൈഡിലോട്ട് വന്ന് നോക്കിയത്. പക്ഷേ സംഭവം ഇത് വേറെ എന്തോ ആണ് കൊണ്ടുപോകുന്നത്. ഗുഡ്സ് ആണെന്ന് തോന്നുന്നു. ഗുഡ്സിൻ്റെ ഒരു സെറ്റപ്പ് ആണല്ലോ ഇത് കണക്കത്തെ ട്രെയിൻ. ഇത് പക്ഷേ ഇതിനകത്ത് എന്തോ പരിപാടി എന്നറിയാൻ വയ്യ. എന്തോ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് വായിച്ചു നോക്കാം. CMA CGM ഇതെന്തെങ്കിലും എന്തോ കാര്യമായിട്ട് ഇങ്ങനെ കൊണ്ടുപോവുക. അപ്പോൾ അറിയാവുന്നവരെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറ. നമ്മളെ ട്രെയിൻ ഇപ്പോൾ എടുക്കും. നമ്മളെ കോച്ചിനകത്തുണ്ട്. എക്കോ കണ്ടെയ്നർ ബാംബു ഫ്ലോറിങ്. ഓക്കെ, ബൈ. അങ്ങനെ അതെ 1:45 എടുക്കാൻ നമ്മുടെ ട്രെയിൻ ഒരു 5 മിനിറ്റ് ലേറ്റായി. ഒരു 1:50 ആയപ്പോഴേക്കും നമ്മുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ എടുത്തിരിക്കുകയാണ്. ഏതാ നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ ജനശതാബ്ദി എക്സ്പ്രസ്. നല്ല അടിപൊളി വെയിൽ വിത്ത് അതേ കണക്കത്തെ ചൂട് സമയത്തുള്ള ഒരു കാറ്റിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ ആ രീതിയിൽ ഒന്നാമതേ ഈ ട്രെയിനകത്ത് ഭയങ്കര ചൂടാണ്. ഇതിനകത്ത് സ്ഥിരയാത്രക്കാരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ കാണുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താണ് നിങ്ങളുടെ ജനശതാബ്ദി എക്സ്പ്രസ്സിനെ. ഞാൻ ഒരിക്കലും ഇപ്പം ജനശതാബ്ദി എക്സ്പ്രസ് ഫാൻസൊക്കെ ഉണ്ടാകുമല്ലോ, ഞാനൊരു പക്കാ റെയിൽ ഫാനാണ്. ഒരിക്കലും ട്രെയിനുകളെ കുറ്റം പറയാനോ അങ്ങനെയുള്ള ഒരു പരിപാടിക്ക് നമ്മൾ നിൽക്കത്തില്ല. പക്ഷേ ഇതൊരു പോരായ്മയാണ്.
എക്സ്പെഷ്യലി ഇത്രയും വലിയൊരു ഹൈ പ്രയോറിറ്റി ആയിട്ടുള്ള ഒരു ട്രെയിനിൽ ഇത്രയും ലോക്കൽ തട്ടിക്കൂട്ട് സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മോശമായ ഈ എന്താ വെച്ചാൽ ജനശതാബ്ദിയിലെ ജൻ എന്ന് പറയുന്നത് സാധാരണക്കാർ എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് സാധാരണക്കാർക്ക് പറ്റിയ ട്രെയിനാണെന്ന് എനിക്ക് തോന്നുന്നതേ ഇല്ല. അപ്പം അങ്ങനെയാണ് ഈ ട്രെയിനിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു കണ്ടീഷൻ. ഇപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ മിക്ക ഫാനുകൾ കറങ്ങിയില്ല. ഓൾറെഡി ഇതിനകത്ത് ചൂടാണ് ഈ ട്രെയിനകത്ത് ഇരിക്കുമ്പോൾ തന്നെ. അപ്പോൾ ഈ ഫാനിൻ്റെ ഒരു സെറ്റപ്പും ഇതും കൂടെ ഇല്ലെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ തിരിച്ചുള്ള യാത്രയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇവിടുന്ന് തിരിച്ച് തിരുവനന്തപുരം സെൻട്രലിൽ പോകുന്നതും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ഇവിടെ ഒരു എനിക്ക് തോന്നുന്നു നമ്മളിനി കാണാൻ പോകുന്ന കാഴ്ച കല്ലായിപ്പുഴ തന്നെ. കല്ലായിപ്പുഴ കാണാൻ പോവുക. കല്ലായിപ്പുഴ ഇപ്പം കാണിക്കാവേ. അപ്പർ സൈഡിലോട്ട് പോവാം. ഇതിപ്പം അതേ കണ്ട കല്ലായിപ്പുഴ. ഇങ്ങോട്ട് വന്നപ്പോഴൊക്കെ നല്ല വൃത്തിക്ക് കണ്ടായിരുന്നു. നമ്മൾ ഇങ്ങോട്ട് വന്നില്ലേ, അതായത് കോഴിക്കോട് ഇതേ വണ്ടി തന്നെയാണല്ലോ വന്നത്. എന്തായാലും കണ്ട കാഴ്ചകളൊക്കെ തിരിച്ചു പോകുമ്പോൾ എല്ലാം പിടിക്കാം. അതൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് തിരിച്ചുള്ള യാത്ര നമ്മൾ കോഴിക്കോട് നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തത്. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ, നമ്മളിങ്ങോട്ട് ഈ തിരൂര് ഷൊർണൂർ ജംഗ്ഷൻ ഒന്നും വീട് ചെയ്തിട്ടില്ല. അപ്പോൾ കൊല്ലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വെറുതെ വീണ്ടും ഇങ്ങനെ കായംകുളം ആലപ്പുഴ എന്നൊക്കെ തുടങ്ങി വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് തിരിച്ച് നമ്മൾ ചെയ്യാത്ത കാര്യം തുടക്കം ആക്കാമെന്ന് വിചാരിച്ചിട്ടങ്ങ് വരുമോ, അതല്ലേ നല്ലത്. അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ യാത്രകൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ സെയിം ട്രെയിൻ ജേണി എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ കാഴ്ചകളും ഞാൻ നമ്മുടെ ഫോണിലെടുത്ത് നിങ്ങളെ കാണിക്കുന്നതാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണേ. ഇതേ വീണ്ടും ഒരു നൈസ് സീനറിയൊക്കെ കണ്ട് വണ്ടി സ്ലോ ആയിട്ടാണ് പോകുന്നത്. ചിലപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായതുകൊണ്ടായിരിക്കും. അയ്യോ, അതേപോലെ തന്നെ ഞാൻ നമ്മുടെ ജനശതാബ്ദി എക്സ്പ്രസിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അതായത് നീ ഇതിൻ്റെ ഇൻട്രോയിൽ പറഞ്ഞോ എന്ന് അറിയത്തില്ല, ഓർക്കുന്നില്ല. എന്നിരുന്നാലും ഒന്നും കൂടെ പറയാം. നമ്മൾ ഈ യാത്ര ചെയ്യുന്നോണ്ടിരിക്കുന്ന ട്രെയിനില്ലേ, ഇത് സർവീസ്, അതായത് ഇത് സേവനം ആരംഭിക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ചിലപ്പോൾ അറിയാവുന്നവരും കാണും, അറിയാത്തവരും കാണും. ദേ അടുത്തൊരു സ്റ്റേഷൻ കണ്ടോ, ഫറോക്ക്. കുഞ്ഞു സ്റ്റേഷനാണ്, പക്ഷേ ഇവിടെ സ്റ്റോപ്പില്ല. വണ്ടി ചെറുതായിട്ട് സ്ലോ ആയിട്ടാണ് പോകുന്നത്, സ്റ്റോപ്പില്ല. അപ്പം സർവീസ് തുടങ്ങിയ സമയത്ത് ഇത് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ജനശതാബ്ദി എക്സ്പ്രസ് 2009 മുതലാണ് ഇത് പിന്നീട് കോഴിക്കോട് വരെ നീട്ടിയത്. ഇപ്പോൾ കറക്റ്റ് ഡേറ്റ് പറയുവാണെങ്കിൽ 2002 നവംബർ 1 നമ്മുടെ ട്രെയിൻ ആദ്യമായി സർവീസ് ആരംഭിക്കുന്നത്. അന്ന് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വരെ ഉള്ളായിരുന്നു. പിന്നീട് 14 ഓഗസ്റ്റ് 2009 എങ്ങോട്ടാണ് നമ്മുടെ ഇപ്പം ഈ കണ്ട് പോയത് തിരൂർ പുഴയാണ് കേട്ടോ. ഇപ്പം ജസ്റ്റ് ആ ഒരു ബോർഡ് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയത്തില്ല. അത് തിരൂർ പുഴയാണ് നമ്മളിത് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ 14 ഓഗസ്റ്റ് 2009 മുതലാണ് കോഴിക്കോടേക്ക് നമ്മുടെ ഈ ട്രെയിൻ നീട്ടിയത്. കാര്യങ്ങൾ മനസ്സിലായോ നിങ്ങൾക്ക്? ട്രെയിനിൻ്റെ കാര്യത്തിലും ഓരോ സ്റ്റേഷനിൽ എത്തുന്ന കാര്യത്തിലും ഭയങ്കര ഒരു അടിപൊളി ഒരു ട്രെയിൻ തന്നെയാണ് നമ്മുടെ ജനശതാബ്ദി. ഈ സ്പീഡിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ആകെ ഒരു പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പോരായ്മയല്ല, നമ്മളിപ്പോൾ കുറ്റം പറയുകയാണെന്നും പറയാനില്ല, ഒരു പ്രശ്നമാണത്. നമ്മളിത് ആദ്യത്തെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഏതാണെന്നറിയോ? നമ്മുടെ തിരൂർ റെയിൽവേ സ്റ്റേഷൻ. ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റോപ്പ് തിരൂരാണ് കേട്ടോ. അങ്ങനെ അതേ പ്ലാറ്റ്ഫോം നമ്പർ 3 നമ്മുടെ തിരൂരിലേക്ക് നമ്മൾ വന്നെത്തിയിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനിലൊന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ്, ഒന്നെന്നല്ല, ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ് തിരൂർ റെയിൽവേ സ്റ്റേഷൻ. തിരൂർ റെയിൽവേ സ്റ്റേഷൻ തന്നെ നമ്മുടെ ഈ ചരിത്രത്തിൽ ഉന്നതമായ ഒരു സ്ഥാനമുള്ള റെയിൽവേ സ്റ്റേഷനാണ്. കേരളത്തിലെ റെയിൽവേയുടെ ചരിത്രം തിരൂരിൽ നിന്ന് തന്നെയാണ്. അതായത് തിരൂർ റെയിൽവേ സ്റ്റേഷൻ ഏറ്റവും പഴക്കമുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ്. നിങ്ങൾക്ക് അറിയാവുന്ന എനിക്കറിയത്തില്ല, അറിയാവുന്നവരും കാണും, അറിയാത്തവരും ഉണ്ടാവും. എന്നിരുന്നാലും പറഞ്ഞതാണ്. കൂടാതെ തന്നെ നമ്മുടെ കേരളത്തിലെ ആദ്യ റെയിൽവേ ലൈൻ തിരൂർ ബേപ്പൂർ പാതയാണ്. മലപ്പുറം ജില്ലയിലെ പ്രധാന റെയിൽവേ സ്റ്റേഷൻ അതായത് നമ്മുടെ ഇപ്പോൾ ഈ കണ്ട തിരൂർ സ്റ്റേഷനില്ലേ, ഇത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ പ്രധാന സ്റ്റേഷനാണെങ്കിൽ പോലും ഇവിടെ ഒരുപാട് ട്രെയിനുകൾക്ക് അങ്ങനെ സ്റ്റോപ്പില്ല. അതൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര മോശമായ ഏർപ്പാടാണ്. മാത്രമല്ല ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ, ഈ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളായ ഡൽഹി, മുംബൈ, ചെന്നൈ, തിരുവനന്തപുരം, കൊച്ചി, കോയമ്പത്തൂർ, പൂനെ എന്നിവിടങ്ങളിലേക്കായിട്ട് ട്രെയിനുണ്ട്. 3 പ്ലാറ്റ്ഫോമും 4 ട്രാക്കുകളൊക്കെയുള്ള ഒരു 163 വർഷം മാത്രം പഴക്കമുള്ള ഒരു റെയിൽവേ സ്റ്റേഷനായിരുന്നു നമ്മളിപ്പോൾ കണ്ട് കഴിഞ്ഞു പോയ തിരൂർ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ തിരൂർ റെയിൽവേ സ്റ്റേഷനൊക്കെ കഴിഞ്ഞ് നമ്മളത് അത്യാവശ്യം ഒരു നല്ല സ്പീഡിൽ ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൊല്ലത്ത് നിന്നാണ് ഇങ്ങോട്ട് വന്നപ്പോൾ ഫുഡ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നായിരുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു 8-8:30 ആയപ്പോഴത്തേക്കും നമ്മളെ ട്രെയിനിൽ ഇരുന്ന് തന്നെ ഞാനും കഴിച്ചു. കോഴിക്കോട് ജനശതാബ്ദിയിൽ അത് കഴിച്ച വിധമൊക്കെ കണക്കായിരുന്നു. നമുക്ക് അത്രയും കംഫർട്ടബിളായിട്ടിരുന്ന് കഴിക്കാൻ പറ്റത്തില്ലെന്നേ. നിങ്ങൾ ഇതിൽ യാത്ര ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഉച്ചയ്ക്കത്തുള്ള ഫുഡ് ഞാൻ കഴിച്ചത് അതും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു. അത് എറണാകുളം ജംഗ്ഷൻ കഴിഞ്ഞപ്പോൾ നമ്മുടെ ട്രെയിൻ ഓൾമോസ്റ്റ് കാലിയായി.
അപ്പോൾ എൻ്റെ അപ്പുറത്തിരുന്ന സീറ്റിലിരുന്ന ചേച്ചിയൊക്കെ അങ്ങ് പോയപ്പോഴത്തേക്കും ഞാൻ അവിടെ ഇരുന്ന് സംഭവം ഉണ്ടല്ലോ സീറ്റ് വെച്ച് തന്നെ ഇരുന്ന് കഴിക്കാനുള്ള രീതിയിലാണ് കഴിച്ചത്. അപ്പോൾ അതാണ് ഈ ജനശതാബ്ദി എക്സ്പ്രസിൻ്റെയൊക്കെ ഒരു പ്രത്യേകത. കണ്ണൂർ ജനശതാബ്ദിയിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്, അതും കണക്കാണ്. അപ്പോൾ ഇതും കണക്കാണ്. പിന്നെ ചാർജിങ് പോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. മറ്റേ AC ചെയർ കാറിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ചാർജിങ് പോർട്ട്സ് സീറ്റിൻ്റെ അടുത്തായിട്ട് തന്നെ ഉണ്ട്. പക്ഷേ നമുക്ക് ഇവിടെ സീറ്റിൻ്റെ അടുത്തായിട്ടൊന്നുമില്ല. ഞാൻ അറിയാത്തവർക്കും കൂടെ വേണ്ടിയിട്ടാണ് വീണ്ടും ഒന്നും കൂടെ പറയുന്നത്. അപ്പോൾ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വേനൽക്കാലമാണല്ലോ. അതേപോലെ തന്നെ എൻ്റെ ഈ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാം, ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. വല്ലപ്പോഴും ഈ പുറത്തുനിന്ന് ഈ ചായ കൂടി ഒരു ശീലം ഉണ്ടായതുകൊണ്ട് അതുകൊണ്ട് മാത്രം ചായയൊക്കെ എന്തെങ്കിലും പുറത്ത് കഴിയും. പിന്നെ എനിക്ക് വേണ്ടത് ആവശ്യമായിട്ടുള്ള ഫുഡ് ഞാൻ കൊണ്ടുവരും വീട്ടിൽ നിന്ന്. വെള്ളമാണെങ്കിലും ആവശ്യത്തിലെടുക്കും. ഇന്ന് തന്നെ ഒരു 4 കുപ്പി വെള്ളം എടുത്തു. ഇപ്പോഴത്തെ ചൂടൊക്കെ അറിയാലോ. ഞാൻ എല്ലായിടത്തും വീഡിയോസ് കാണുന്നവരടുത്തും എല്ലായിടത്തും പറയുന്ന കാര്യം ഇപ്പം ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കണമെന്ന്. അത്രയും ചൂടുണ്ട്. പിന്നെ നമ്മുടെ കൊല്ലത്ത് നല്ല അടിപൊളി ചൂടാണല്ലോ, അതേ ചൂട് തന്നെയാണ് കോഴിക്കോടും. വലിയ വ്യത്യാസമായിട്ട് കൂടുതലാണെന്നും കുറവാണെന്നും തോന്നിയില്ല. എന്നിരുന്നാലും നല്ല അടിപൊളി ചൂടുണ്ട്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചൂടിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ചൂടത്ത് തന്നെ നമ്മൾ ഷൊർണൂർ എത്തിയിരിക്കുകയാണ്. ഷൊർണൂർ ജംഗ്ഷൻ പാലക്കാട് ജില്ലയിലെ ഒരു റെയിൽവേ സ്റ്റേഷനാണ്. ഏതാ നമ്മുടെ ഷൊർണൂറിനെ പറ്റി പറയുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ജംഗ്ഷനാണ്. 7 പ്ലാറ്റ്ഫോമും. ഈ ഒരു കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇതൊന്നും ആരെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം. 7 പ്ലാറ്റ്ഫോം ഓക്കെ, 20 ട്രാക്കുകളാണോ 14 ട്രാക്കുകളാണോ എന്നുള്ളതിൽ ഒരു സംശയം. ഇതിപ്പോൾ 20 ട്രാക്കുകളാണോ 14 ആണോ എന്ന് ഞാൻ പറയാത്തത് ഇതിലേതാ ശരി തെറ്റെന്ന് എനിക്കൊരു കൺഫർമേഷൻ ഇല്ല. ഇനി ഇത് രണ്ടും അല്ലെങ്കിൽ അത് നിങ്ങളൊന്ന് പറയണം. അപ്പോൾ നമ്മൾ ഷൊർണൂർ ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. പിന്നെ കൂടാതെ തന്നെ വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണ്. അതും കൂടാണ് നമ്മുടെ ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. ആദ്യമായി സേവനം ആരംഭിക്കുന്നത് 1862 ഏപ്രിൽ 14 ഒരു 162 വർഷം മുമ്പ്. ഇനി അപ്പുറ സൈഡിലോട്ട് ഒരു ട്രെയിൻ കിടപ്പുണ്ട്. അത് നമ്മുടെ ഷൊർണൂർ കോയമ്പത്തൂർ മെമു എക്സ്പ്രസ്. വരും ദിനങ്ങളിൽ എപ്പോഴെങ്കിലും ട്രാവൽ ചെയ്യാൻ നമുക്ക്. കൊച്ചു ട്രെയിനല്ല, എനിക്ക് മെമുവിന് ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണ്. മെമു ട്രെയിൻ ജേണി കൊള്ളാമല്ലേ. ഈ ഒരു ബ്രോ ഓടി വരുന്നു കേട്ടോ നമ്മുടെ ട്രെയിൻ എടുത്ത്. എന്തായാലും ബ്രോ കയറിയിട്ടുണ്ട്. ഞാൻ നിന്ന സൈഡിൽ നിന്ന് അങ്ങ് ബ്രോ ഓടി കയറി. പുള്ളിക്കാരൻ എന്തോ മേടിക്കാനായിട്ട് പോയപ്പോഴത്തേക്കും ട്രെയിൻ അങ്ങ് എടുത്തതാണ്. എന്തായാലും അത് കാര്യം വേറെ കുഴപ്പങ്ങളൊന്നും പറ്റില്ല. ബ്രോ സേഫാണ്, അകത്ത് കയറിയിട്ടുണ്ട്. ഷൊർണൂർ ജംഗ്ഷൻ്റെ നെയിം ബോർഡ്. അങ്ങനെ ഷൊർണൂർ ജംഗ്ഷനും വിടാം. ഇനി തൊട്ട് ഫ്രണ്ട് കുറച്ച് സീനറീസ് ഒക്കെ ഉണ്ട് ഷൊർണൂർ ജംഗ്ഷൻ്റെ അടുത്തായിട്ടൊക്കെ. പോകെ കാണിച്ചു തരാം. എല്ലാം ഞാൻ പറഞ്ഞല്ലോ, അതായത് നമ്മൾ എറണാകുളം ജംഗ്ഷൻ, അതായത് കൊല്ലത്ത് തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എറണാകുളം ജംഗ്ഷൻ വരെയുള്ള പല വീഡിയോസ് ചെയ്ത് കണ്ട് തഴമ്പിച്ച് കിടപ്പുണ്ട്. പക്ഷേ ഒരു സാധനം നമ്മൾ ചെയ്തിട്ടില്ല. ഈ തിരുവനന്തപുരം തൊട്ട് എറണാകുളം ജില്ല വരെ ഉള്ളതിലെ ഒരു ഭാഗം നമ്മൾ ചെയ്തിട്ടില്ല. അത് ഞാൻ വീഡിയോ ആയിട്ട് ഇറക്കാം. പക്ഷേ അതാരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുമില്ല. നിങ്ങൾക്ക് അത് കാര്യം എൻ്റെ വീഡിയോ നോക്കിയിട്ട് കത്തിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുന്നതെന്ന് പറയണം. നമ്മൾ ആ ഒരു സ്പോട്ട് ചെയ്തിട്ടില്ല. ഡെഡ് എൻഡ് ഒരു ഡെഡ് എൻഡ് നമ്മൾ കണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത പോകുന്ന സീനറി ഏതാണെന്ന് അറിയോ? ഭാരതപ്പുഴ കാണാം നമുക്ക്. ഭാരതപ്പുഴയുടെ തീരം കണ്ടില്ലേ? ഇതും അത്യാവശ്യമല്ല അടിപൊളി ഒരു സീനറിയാണിത്. ട്രെയിൻ പതുക്കെ സ്ലോയിൽ ഇങ്ങനെ നല്ല താഴ്ചയുണ്ട് താഴെ. ഇതിപ്പോൾ കേരളത്തിലെ 2ാമത്തെ നീളം കൂടിയ നദിയാണ് നമ്മുടെ ഭാരതപ്പുഴ. മാത്രമല്ല നിള എന്ന പേരിലും നമ്മുടെ ഈ നദി അറിയപ്പെടുന്നുണ്ട്. അങ്ങനെയൊക്കെ കേട്ടിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഭാരതപ്പുഴ നിള എന്ന പേരിലും അറിയപ്പെടുന്നത്. അടിപൊളിയില്ലേ? ഈ ഒരു വേനൽക്കാലത്ത് നമ്മുടെ ട്രെയിൻ ഇങ്ങനെ പതുക്കെ പോവുക. പതുക്കെ എന്ന് പറഞ്ഞാൽ വെറും സ്ലോയിൽ. കേരളത്തിലൂടെ ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലുത് പെരിയാറല്ലേ? അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഭാരതപ്പുഴ 2ാമത്തെ. അതാണ് തോന്നുന്നു. എന്തായാലും 2ാമത്തെ നീളം കൂടിയ നദി നമ്മുടെ ഭാരതപ്പുഴയാണ്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ, അതായത് നമ്മൾ കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങനെ തിരിച്ച് കോഴിക്കോടോട്ട് പോവുകയാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് അതായത് ഷൊർണൂർ ജംഗ്ഷന് മുമ്പ്. ഇത് കണ്ടില്ലേ താഴ്ച? അയ്യോ കൊള്ളാമല്ലേ? അങ്ങനെ ഭാരതപ്പുഴയൊക്കെ കണ്ട് അല്ലേ നിങ്ങൾ? അങ്ങനെ അത് നമുക്ക് കിട്ടി. നെയിം ബോർഡ് ഉണ്ട് അവിടെ ആയിട്ട്. സൂം ചെയ്താൽ ക്ലിയർ ആവുമെന്ന് അറിയത്തില്ല, എന്നാലും നോക്ക്. അങ്ങനെ നമ്മൾ കേരളത്തിലെ 2ാമത്തെ നീളം കൂടിയ നദിയായ ഭാരതപ്പുഴയെ കണ്ട് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ നമ്മൾ ഒരാളെ ഇങ്ങനെ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാരാ സംഭവം നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പം നമ്മുടെ മംഗള ലക്ഷദ്വീപ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് എന്നൊക്കെയാണ് ഇന്ത്യൻ റെയിൽവേ പറയുന്നത്. നിറഞ്ഞ് കവിഞ്ഞതോ ആൾക്കാരൊക്കെ പുറത്തൊക്കെ ഇറങ്ങി. ഈ ട്രെയിൻ സ്വാഭാവികമാണല്ലോ ഇങ്ങനെയൊക്കെ. എല്ലാ വണ്ടികൾക്ക് വേണ്ടി നിർത്തിയിട്ട്, എല്ലാ കൊച്ചു വണ്ടികൾക്കാണേലും വലിയ വണ്ടികൾക്ക് വേണ്ടിയാണേലും നിർത്തിയിട്ട് ഇങ്ങനെ നിർത്തി കൊടുക്കുന്ന ഒരു ട്രെയിനാണ്. ട്രെയിൻ നമ്പർ 12617 എറണാകുളം ജംഗ്ഷനിൽ നിന്ന് എടുക്കുന്ന നമ്മുടെ ട്രെയിൻ അങ്ങ് ഹസ്രത്ത് നിസാമുദ്ദീൻ വരെ പോകുന്നുണ്ട്. ഇതൊക്കെ എപ്പോൾ അങ്ങ് ഓടിച്ചെല്ലുമെന്ന് അറിയത്തില്ല ഈ ട്രെയിനിൻ്റെ കാര്യം. അയ്യോ സൗണ്ട് പോയി. ഈ ട്രെയിനിൽ യാത്ര ചെയ്തവരൊക്കെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്ത് തരാം. ആൾക്കാരും കാണും, നമ്മുടെ എറണാകുളം ബോയ്സും ഗേൾസും എല്ലാവരും ഇല്ലയോ? അങ്ങനെ അവനും വിടാം.
അതേപോലെ തന്നെ ഞാൻ ഈ വണ്ടി സ്റ്റോപ്പുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നല്ലോ ആദ്യം. ഏതാ നമ്മുടെ ജനശതാബ്ദി എക്സ്പ്രസ് യാത്ര ചെയ്യുന്നത്. ഇത് ആലപ്പുഴ വഴി പോകുന്ന ട്രെയിനാണ്. ഇതേ അകത്തുള്ള കണ്ടീഷൻസ് ഒക്കെ കണ്ടില്ലേ. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മുടെ തിരുവനന്തപുരം ഭാഗത്തുനിന്ന് എറണാകുളം ജില്ല വരെ ഏതൊക്കെ സ്റ്റേഷൻസ് കവർ ചെയ്ത് നമ്മൾ വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയല്ലേ ഇങ്ങനെ. അതായത് മെയിൻ സ്റ്റോപ്പുകളല്ല, കുഞ്ഞു സ്റ്റോപ്പുകളെല്ലാം കൂടെ കവർ ചെയ്ത്. അപ്പം അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല, ഒരെണ്ണം മിസ്സായി പോയിട്ടുണ്ട്. ഈ വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് അത് കത്തിയെങ്കിൽ എനിക്കൊന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. എന്തായാലും നമ്മൾ ചെയ്യും. അടുത്ത സ്റ്റേഷനായ നമ്മുടെ തൃശ്ശൂർ എത്തി. നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 1-ലാണ് തൃശ്ശൂർ. ഇനിയിപ്പം ഇവിടെ ഇറങ്ങിയിട്ട് ചായ കുടിക്കണോ വേറെ എവിടെയെങ്കിലും ഇറങ്ങിയിട്ട് അടുത്ത ഇനി ഇത് കഴിഞ്ഞ് ആലുവയാണ്. എന്തായാലും നോക്കട്ടെ, സമയമായി വരുന്നതേ ഉള്ളൂ. എന്നിരുന്നാലും ഒരു 3:50 കഴിഞ്ഞ് ടൈമായി. പക്ഷേ നോക്കാം നമുക്ക് എന്തായാലും. ഇപ്പം എന്തായാലും തൃശ്ശൂരുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന് നമ്മുടെ തൃശ്ശൂർ അറിയപ്പെടുന്നുണ്ട്. 4 പ്ലാറ്റ്ഫോമും 6 ട്രാക്കുകളൊക്കെയുള്ള നല്ലൊരു റെയിൽവേ സ്റ്റേഷനാണ്. 1902-ലാണ് കേട്ടോ, ജൂൺ 2-ന് ആദ്യമായിട്ട് നമ്മുടെ സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ദക്ഷിണേന്ത്യയിലെ കന്യാകുമാരി ഷൊർണൂർ പാതയിലെ ഒരു പ്രധാന റെയിൽവേ സ്റ്റേഷനാണ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ തൃശ്ശൂരാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം. അപ്പോൾ നമ്മൾ തിരൂരായിരുന്നു ആദ്യത്തെ സ്റ്റോപ്പ്, പിന്നെ ഏതായിരുന്നു, പിന്നെ ഷൊർണൂർ, ഇതേ ഇപ്പോൾ തൃശ്ശൂർ. ഇപ്പോൾ 3 ആയില്ലേ. പിന്നെ തൃശ്ശൂർ കഴിഞ്ഞാൽ പിന്നെ ആലുവ, എറണാകുളം ജംഗ്ഷനൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതല്ലേ എറണാകുളം. എന്നിരുന്നാലും നമ്മൾ കൊല്ലം ജംഗ്ഷൻ വരെയുള്ള എല്ലാം കവർ ചെയ്യുവേ. പിന്നെ അങ്ങോട്ട് വർക്കലയല്ലേ ഉള്ളൂ സ്റ്റോപ്പ്. പിന്നെ തിരുവനന്തപുരം സെൻട്രലാണ്. തിരുവനന്തപുരം സെൻട്രൽ വരെ നമ്മൾ പോകുന്നില്ല. ആകെയുള്ളത് പിന്നെ 2 സ്റ്റോപ്പേ ഉള്ളൂ നമ്മൾ മിസ് ചെയ്യുന്നത്. അത് ഓൾറെഡി നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. മെയിൻ പരിപാടി ഇത് തന്നെയായിരുന്നു. നമ്മുടെ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരം വരെ പോകുന്ന ഈ ട്രെയിനിൽ ഞാൻ കാണുന്ന കാഴ്ചകളൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കുക. അപ്പം എത്രത്തോളം എനിക്ക് കാണിക്കാൻ പറ്റുമോ അത്രത്തോളം കാണിക്കുക. സ്റ്റേഷൻസൊക്കെ കവർ ചെയ്ത് നമ്മളിപ്പോൾ ഓരോ സ്റ്റേഷൻസ് കവർ ചെയ്തിട്ടാണല്ലോ ട്രെയിൻ ജേണീസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം ഇതുവരെ കാണിക്കാത്ത സ്റ്റേഷൻസൊക്കെ ആണല്ലോ ഇപ്പോൾ ഈ കോഴിക്കോടാണെങ്കിലും തിരൂരാണെങ്കിലും ഷൊർണൂരാണെങ്കിലും ഇപ്പോൾ ഈ കഴിഞ്ഞ തൃശ്ശൂരാണെങ്കിലും ഇനി കാണിക്കാൻ പോകുന്ന ആലുവയാണെങ്കിലും. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് പതുക്കെ ചെയ്തു വന്ന് തുടങ്ങുന്നതല്ലേ ഉള്ളൂ. ഇനിയും ട്രെയിൻ ജേണീസൊക്കെ ചെയ്യണം. അത് തന്നെയാണല്ലോ നമ്മുടെ ഈ ചാനൽ കൊണ്ടുള്ള ലക്ഷ്യവും. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇനിയും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തുള്ള ട്രെയിൻ ജേണീസും ട്രെയിൻ വ്ളോഗ്സും ഫുള്ള് ട്രെയിനിൻ്റെ കണ്ടൻറ്റുകളായിരിക്കും. ഇപ്പം നമ്മൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യാൻ പോവുകയാണെങ്കിലും ഏതെങ്കിലും സ്പോട്ടുകളിൽ പോകാനാണെങ്കിലും ഏതെങ്കിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വ്ളോഗുകളോ കാര്യങ്ങൾ പറയുകയാണെങ്കിലും ട്രെയിൻ ജേണി ഇല്ലാതെ ഒരു പരിപാടി നമ്മളില്ല. ഈ ഒരു ചാനൽ കൊണ്ട് തന്നെ, അതായത് മലയാളി ട്രെയിൻ വ്ളോഗർ എന്ന് പറയുന്ന ഈ ഒരു ചാനൽ കൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എവിടെ നമ്മൾ പോയാലും അതിനകത്ത് ട്രെയിൻ കാണും. ഇതേ ഒരു തോടിൻ്റെ നെയിം ബോർഡാണ് കേട്ടോ അത് വെച്ചേക്കുന്നത്, മാഞ്ഞാലി തോട്. ഇവിടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് നന്നായി കാണാൻ പറ്റും തന്നെ. കൊള്ളാം അല്ലേ? പായലാണോ അത്? ഇതോ അപ്പുറത്തെ വരമ്പൊക്കെ കണ്ടോ, കൊള്ളാം. നല്ല താഴ്ചയുണ്ട്. ആ വരമ്പത്തൂടൊക്കെ നടന്നു പോകാൻ നല്ല രസമായിരിക്കും വൈകുന്നേര സമയങ്ങളിൽ. ഇപ്പം ചൂടുണ്ട്, അത്യാവശ്യം ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂടുണ്ട്. ഞാൻ ഡോർ സൈഡിൽ വന്നിരിക്കുക, ഇതിലും ചൂടാണ് ഇതിനകത്തിരുന്നത്. അതാണ് ഏറ്റവും വലിയ കോമഡി. അതായത് എൻ്റെ സീറ്റിനകത്ത് പോയിരുന്നു കഴിഞ്ഞാൽ ഇതിലും ചൂടാണ്, ഇതിലും അവിഞ്ഞു പോകും. അതിലും നല്ലത് ഇവിടെ വന്നിങ്ങനെ നിൽക്കുന്നതാണ്. അയ്യോ എന്ന് കരുതി നമ്മൾ വിൻഡോ സൈഡിൽ വന്ന് നിൽക്കണമെന്ന് ഞാൻ പ്രൊമോട്ട് ചെയ്യുമല്ല, അങ്ങനല്ല ഉദ്ദേശിച്ചത്. അതായത് ഈ ഡോറിൻ്റെ സൈഡിലോ ഇവിടെങ്ങും വന്ന് നിൽക്കണമെന്നല്ല, കാറ്റ് കൊള്ളുന്ന രീതിയിൽ. ഇപ്പം നമ്മൾ ഇങ്ങനെ അറ്റ ഭാഗമായിട്ട് ബാത്റൂമിൻ്റെ ആ സൈഡിലായിട്ടൊക്കെ വന്ന് നിൽക്കാമല്ലോ. അതായത് ഡോറിൻ്റെ സൈഡിൻ്റെ അറ്റത്തല്ലാതെ ആ ഒരു പൊസിഷനിൽ. നിങ്ങൾക്ക് മനസ്സിലായോ? ഇതേ ഒരു സംഭവം പോകുന്നുണ്ടോ? ഇത് ഗുഡ്സ്, ഇപ്പോൾ കുറേ ഗുഡ്സ് ഉണ്ട് ഈ റൂട്ടിൽ. ഗുഡ്സ് കൊണ്ടുപോകുന്ന വണ്ടി ഇത് റിട്ടേൺ അടിച്ച് പോകുന്നു, ബാക്കിലോട്ട് പോവുകയാണ്. ഇതിപ്പോൾ നമ്മൾ തൃശ്ശൂരൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് കണ്ടതാണേ ഒരു ഗുഡ്സ് ട്രെയിൻ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പം എപ്പോഴും യാത്ര ചെയ്യുന്നവർ, ട്രെയിൻ ജേണീസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും എല്ലാവരും ആണെങ്കിലും എപ്പോഴും ഹെൽത്ത് മുഖ്യം ബിഗ്ലി. അതുപോലെ തന്നെ അതേ കണക്ക് ഇങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. വിൻഡോ സൈഡിലൊക്കെ വന്ന് നിൽക്കുന്ന പറന്നൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടാനില്ല, അറിയാലോ. അതും ഈ ജനശതാബ്ദി പോലത്തുള്ള പറപ്പം വണ്ടികൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡിൻ്റെ കാര്യത്തിലേക്ക് കിടലാണ് കേട്ടോ നമ്മുടെ ഈ ജനശതാബ്ദി എക്സ്പ്രസ്. ഓൾ ടൈമാണ്. ഇപ്പോൾ എന്തെങ്കിലും ഇനിയിപ്പോൾ വന്ദേ ഭാരതൊക്കെ വരാൻ, ഒരു ഓറഞ്ച് വന്ദേ ഭാരതൊക്കെ വരാൻ കുറച്ച് പേരൊക്കെ പിടിച്ചിടും. അത് പിന്നെ വന്ദേ ഭാരത് വരുമ്പോഴത്തേക്ക് ഇനി ഏത് വണ്ടിയാണെങ്കിലും ഏത് വമ്പനാണെങ്കിലും ഒന്ന് പിടിച്ചു നിർത്തണമല്ലോ. അതേ അങ്കമാലി കാലടിയൊക്കെ ആയപ്പോഴത്തേക്കും ഒന്ന് സ്ലോ ആക്കി, സ്റ്റോപ്പില്ല, ഒന്ന് സ്ലോ ആക്കി നമ്മുടെ ട്രെയിൻ. പിന്നെ ആകെയുള്ള ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ യാത്രക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇതിലെ യാത്ര. നമ്മൾ ഒട്ടും അഡ്ജസ്റ്റബിളോ അല്ലെങ്കിൽ ഒട്ടും കംഫർട്ടബിൾ ആയിരിക്കത്തില്ല. ഇത്രയും ലോങ് ജേണി ആയതുകൊണ്ടാണ്. ഞാൻ ആ സീറ്റിങ്ങിൻ്റെ ഒരു പൊസിഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ, അതാണൊരു ബുദ്ധിമുട്ട്. നമുക്കൊന്ന് കാല് നിവർത്തിയിരിക്കാനോ അല്ലെങ്കിൽ ഒന്ന് ഞെളിയാനോ ബാക്കിലോട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതേ അടുത്ത ഗുഡ്സ് ട്രെയിൻ. ഈ തൃശ്ശൂർ, അങ്കമാലി, ആലുവ ഭാഗമൊക്കെ ആയപ്പോഴേക്കും അങ്ങ് ഗുഡ്സ് ട്രെയിനിൻ്റെ മേളമായിരുന്നു. നമ്മളിതേ ആലുവ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്.
ആലുവ റെയിൽവേ സ്റ്റേഷനിലാണ്. അതാ വീണ്ടും അടുത്തൊരു ഗുഡ്സ്. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കറക്റ്റ് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടോ. എനിക്കൊരു ചെറിയ സാഡ് ന്യൂസ് പറയാനുണ്ട്. വേറൊന്നുമല്ല, ആലുവ പുഴ എനിക്ക് പിടിക്കാൻ പറ്റിയില്ല. അതായത് ആ സമയത്ത് ഞാൻ ചായ കുടിക്കാനായിട്ട് പോയി. ഞാൻ പുള്ളി ഒരു ട്രെയിനിൽ കൊണ്ടുവന്ന കേട്ടോ. അപ്പം മറ്റേ ടീ ബാഗ് ചായ ആയിരുന്നു. ഞാൻ അതിങ്ങനെ ടീ മേടിച്ച് ഇങ്ങനെ ടീ ബാഗ് ഇട്ട് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്ന നല്ല തണുത്ത കാറ്റ് ഇങ്ങനെ അടിക്കാൻ നേരത്ത് ആലുവ പുഴ ഇങ്ങനെ പാസ്സായി പോകുന്നു. ഫോണും പോക്കറ്റിലായിരുന്നു. അപ്പോൾ അത് ക്ഷമിക്കുക. ആലുവയിലുള്ള ആരെങ്കിലും ഈ വീഡിയോസ് കാണുവാണെങ്കിലോ അല്ലെങ്കിൽ അത് കാണാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലോ എന്നോട് ക്ഷമിക്കുക. എനിക്ക് തെറ്റ് പറ്റിപ്പോയി. ചായ കുടിക്കാൻ പോയതാണ് വിഷയമായത്. അപ്പോൾ അത് പോയി കിട്ടിയില്ല കേട്ടോ. പക്ഷെ ഞാൻ കണ്ടു, നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല, വിഷമമുണ്ട്. അപ്പോൾ അതേ ആലുവ സ്റ്റേഷൻ്റെ നെയിം ബോർഡും ആലുവയിലെത്തിയപ്പോൾ ചെറുതായിട്ടൊന്ന് സാഡായി. ആ ഒരു സ്പോട്ട് കിട്ടിയില്ല. പക്ഷെ നല്ല ഭംഗിയായിരുന്നു. അതും കൂടെ എനിക്ക് കാണിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ മനഃപൂർവ്വം മിസ്സായി പോയി. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചായ കുടി കാരണം പോയതാണ് അത്. ക്ഷമിക്കുക. ഇതേ കണ്ട എനിക്ക് ചായ കൊണ്ടുവന്ന ചേട്ടന്മാരെ അവിടെ ഇരുന്നത്. ഈ പുള്ളിക്കാരന്മാരെ എന്നാ മേടിച്ചത് ഞാൻ. അപ്പം അതും കുടിച്ചിങ്ങനെ നിൽക്കാൻ നേരം നല്ല കാറ്റൊക്കെ അടിച്ചിങ്ങനെ പോയടുത്ത് ഇങ്ങനെ പാസ്സായി പോകുന്ന ആലുവ പുഴ. അയ്യോ, മിസ്സായി ഗൈസ്, ക്ഷമിക്കൂ. അതേപോലെ തന്നെ നമ്മുടെ ആലുവ റെയിൽവേ സ്റ്റേഷനെ പറ്റി പറയുകയാണെങ്കിൽ എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട സ്റ്റേഷനിലൊന്നാണ് നമ്മുടെ ആലുവ റെയിൽവേ സ്റ്റേഷൻ. 4 പ്ലാറ്റ്ഫോമുകളൊക്കെ ഉണ്ട്. കേരളത്തിൽ തൃശ്ശൂർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ട്രെയിനുകൾ നിർത്തുന്ന സ്റ്റേഷനാണ് നമ്മുടെ ആലുവ റെയിൽവേ സ്റ്റേഷൻ. കാരണം ഒട്ടുമിക്ക ട്രെയിനുകളും എവിടെയാണ് നമ്മുടെ ഈ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തുന്നത്. മെട്രോ പോകുന്ന കണ്ടോ മേളിക്കൂടെ? കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? നമ്മുടെ ഫോൺ ഇച്ചിരി വിഷയമാണ്. സൂമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ക്ലാരിറ്റിയൊക്കെ കുറയും. അപ്പോൾ ഒരു വിധത്തിൽ വെട്ടം കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട. ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടല്ലോ, എൻ്റെ കയ്യിൽ ഒരു റെഡ്മിയുടെ ഫോണാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എറണാകുളം ടൗൺ എത്തി. ഇവിടെ സ്റ്റോപ്പില്ല. എന്നിരുന്നാലും നമ്മുടെ ട്രെയിൻ എറണാകുളം ടൗൺ അടുപ്പിച്ചൊന്ന് സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒന്ന് സ്ലോ ആക്കിയിട്ടുണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും ട്രെയിൻ ക്രോസ് ചെയ്യാൻ കാണും നമ്മുടെ സൗത്തിനെ. അപ്പോൾ നമുക്കിനി എറണാകുളം ജംഗ്ഷനിലേ ഉള്ളൂ സ്റ്റോപ്പ്. അതെ, വണ്ടി നല്ലതുപോലെ സ്ലോ ആക്കിയിട്ടുണ്ട്. ഇനി നിർത്തുമായിരിക്കും. ഏതെങ്കിലും ട്രെയിൻ ക്രോസ് ചെയ്യാനുണ്ടാവണം. അത് തന്നെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടേ നമ്മളെ ട്രെയിൻ പോകത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ഒരു ട്രെയിൻ വരുന്നുണ്ടെന്ന്. ഇതേ ഒരു ട്രെയിൻ വരുന്നുണ്ട്. ഇവൻ നമ്മുടെ പട്ന സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സാണ്. പക്ഷേ ഇവൻ നമ്മുടെ മനസ്സിലായ ട്രെയിൻ നമ്പർ 22643 അതായത് ആഴ്ചയിൽ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും സർവീസ് നടത്തുന്ന ട്രെയിനാണ്. 5:20 നമ്മുടെ എറണാകുളം സൗത്തിൽ നിന്ന് എടുക്കുന്ന ട്രെയിനാണ് ഇപ്പോൾ ഈ ക്രോസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ ട്രെയിന് വേണ്ടിയിട്ട് നമ്മളെ ട്രെയിൻ ഇങ്ങനെ എറണാകുളം ടൗണിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട്, അതായത് എന്നാൽ സൗത്തുമല്ല എന്നാൽ ടൗണുമല്ല എന്നുള്ള രീതിയിലൊരു സെൻട്രൽ ഭാഗത്തായിട്ട് വണ്ടി നിർത്തിയിട്ടിരിക്കുക. അപ്പോൾ ആ പോകുന്നത് മറ്റേ പട്ന എങ്ങോട്ടായിരുന്നു അറിയോ? അത് വാരണാസിയൊക്കെ പോകുന്നൊരു പട്ന സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ട്രെയിൻ സ്പോട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ഒരു ഷോർട്സ് ഒക്കെ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റാഗ്രാമിലും ഇട്ടിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തവരൊന്ന് ഫോളോ ചെയ്യണേ. മലയാളി ട്രെയിൻ ബ്ലോഗർ തന്നെയാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ ഈ പോകുന്ന ട്രെയിൻ നമ്പർ 22643 പട്ന സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. ഒരു ട്രെയിനും കൂടെ വരുന്നുണ്ട്. അതായത് നമ്മുടെ പട്ന സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് അങ്ങോട്ട് പോയതിന് ശേഷം ട്രെയിൻ നമ്പർ 16307 കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ്. ഇത് ഡെയിലി സർവീസ് എടുക്കുന്ന ട്രെയിനാണ് നമ്മുടെ എറണാകുളം ജംഗ്ഷനിൽ നിന്ന്. അതായത് നമ്മുടെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോകുന്ന കണ്ണൂർ എക്സിക്യൂട്ടീവ് ട്രെയിൻ നമ്പർ 16307. ഈ ഒരു ട്രെയിനും കൂടെ പോയതിനു ശേഷം നമ്മുടെ ട്രെയിൻ നേരെ സൗത്തിലോട്ട് പോകും. നമ്മുടെ ട്രെയിന് സൗത്തിലാണ് ഇനി സ്റ്റോപ്പ് ഉള്ളത്. അതായത് നമ്മുടെ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ. ഓക്കെ, അപ്പോൾ ആ ട്രെയിനും കൂടെ ക്രോസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 2 ട്രെയിനാണ് പോയത്, പട്ന സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സും കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ്സും. അപ്പോൾ ഈ 2 ട്രെയിൻ പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ട്രെയിൻ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ടിരുന്നത് ഏതാ? നമ്മുടെ ജനശതാബ്ദി. ഇനി അങ്ങനെ അല്ലെങ്കിൽ അതിനും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയണം. എനിക്കങ്ങനെ തോന്നിയുണ്ടാകാൻ പറഞ്ഞത് നമ്മളെ വണ്ടി മൂവ് ചെയ്ത്, അല്ലാതെ ഇവിടെ പിടിച്ചിർത്തേണ്ട കാര്യമില്ലല്ലോ. ചിലപ്പോൾ ക്രോസിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട് നിർത്തേണ്ടി വന്നതാണെങ്കിലോ. നമ്മുടെ എറണാകുളം KSRTC ബസ് സ്റ്റാൻഡ് നല്ല വൈകുന്നേരം ഒരു വൈബ് ഉണ്ടല്ലേ കാണാൻ, കൊള്ളാം. അപ്പോൾ ഇനിയിപ്പോൾ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് കാണാം. വേണ്ട, നമ്മൾ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറി നമ്മുടെ ജനശതാബ്ദി എക്സ്പ്രസ്, അഥവാ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ 10 ട്രാക്കുകളും 6 പ്ലാറ്റ്ഫോമുകളൊക്കെയുള്ള അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ എറണാകുളം ജംഗ്ഷൻ. തുറന്ന് പ്രവർത്തിച്ചത് 1932-ലാണെങ്കിലും, അതായത് 92 വർഷം മുമ്പാണെങ്കിലും, ഇത് പിന്നീട് പുനർനിർമ്മിച്ചത് 1946. അപ്പോൾ ഒരു 76 വർഷം മുമ്പ്. അപ്പോൾ അത് നിങ്ങൾ നോക്കണ്ട, തുറന്ന സമയം 1932. പിന്നീടും പല റെയിൽവേ സ്റ്റേഷനിൽ ഇത് കണക്ക് പുനർനിർമ്മാണമൊക്കെ സംഭവിക്കുന്നതാണല്ലോ. അതുമാത്രമല്ല, വീണ്ടും ഇപ്പോഴത്തെ ഒരു ഇതിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനും, കേരളത്തിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനിലല്ല, മൊത്തത്തിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അറ്റകുറ്റപ്പണികളൊക്കെ റീഡെവലപ്മെൻറ്റിൻ്റെ ഭാഗവുമായിട്ട്. അപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 1-ലാണ് എറണാകുളം ജംഗ്ഷനിലേക്ക് വന്നത്. അതേപോലെ തന്നെ അതെ, നമ്മളിതാ വന്നു നമ്മുടെ ട്രെയിൻ. അപ്പുറത്തെ സൈഡിൽ ഒരു മെമു വന്നുകൊണ്ട് കിടക്കുന്ന ഏതോ ഒരു മെമു അവിടെ കിടപ്പുണ്ട്. ഒരു മെമു ട്രെയിൻ അവിടെ ഉണ്ട്. ഇനിയിപ്പോൾ ഉള്ള എന്തുവാ,
ഇനിയിപ്പോൾ നമ്മൾ ഇനി ചേർത്തല, ആലപ്പുഴ, കായംകുളം ജംഗ്ഷൻ, കൊല്ലം, അത്രയും കൂടെ ഉള്ളൂ. ഇനിയിപ്പം എറണാകുളം ജംഗ്ഷൻ്റെ നെയിം ബോർഡ് ഇതേ കണ്ടു. അപ്പോൾ ഓക്കെ, എറണാകുളം സൗത്തിനും ബൈ ബൈ. ഇനിയപ്പോൾ നമുക്ക് ചേർത്തലയൊക്കെ എത്തിയിട്ട് കാണാം. നല്ല ടയേർഡായി ആക്ച്വലി. ശരിക്കും പറഞ്ഞാൽ ടയേർഡായത് അങ്ങോട്ട് പോയപ്പോഴാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഭയങ്കരമായിട്ട് അവിഞ്ഞു. ഇപ്പോൾ ഇച്ചിരി കാറ്റെങ്കിലും ഒക്കെ കിട്ടുന്നുണ്ട്. ഇരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി ഇരിക്കുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മളെ ട്രെയിൻ, അതായത് നമ്മുടെ ജനശതാബ്ദി എക്സ്പ്രസ് ചേർത്തല റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ ഒരു കുഞ്ഞൻ നെയിം ബോർഡ് ചേർത്തലയുടെ. അപ്പം ആലപ്പുഴ ജില്ലയിലോട്ട് വന്നിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിലെ ഒരു റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ ചേർത്തല റെയിൽവേ സ്റ്റേഷൻ. 3 പ്ലാറ്റ്ഫോമും 5 ട്രാക്കുകളൊക്കെ ഉള്ള നല്ലൊരു റെയിൽവേ സ്റ്റേഷൻ. ഒരു 35 വർഷത്തോളം പഴക്കമുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ്. 1989 കാലഘട്ടങ്ങളിലാണ് ഇത് ആദ്യമായി പ്രവർത്തനം ആരംഭിക്കുന്നത്, നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നമ്മൾ ചേർത്തലയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഇറങ്ങാനൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുന്ന് കയറാനൊന്നും വലിയ ആളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇവിടെ ഒരു കുഞ്ഞ സാധനം ചേർത്തല. ആരായി വരുന്നതെന്ന് കണ്ടോ നിങ്ങൾ? നമ്മുടെ ഓറഞ്ച് വന്ദേ ഭാരത് പോകാൻ വേണ്ടിയിട്ട് ഇതാ പോകുന്നൊരു പോക്ക്. ഈ ഒരു ട്രെയിൻ പോകാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് നേരം ചേർത്തലയുടെ അവിടെ പിടിച്ചിട്ടിരുന്നു, ചേർത്തല റെയിൽവേ സ്റ്റേഷനിൽ. അല്ലെങ്കിൽ വന്ദേ ഭാരതിനാണല്ലോ പ്രയോറിറ്റി കൂടുതൽ അല്ലേ? കുറച്ച് മെമോ ട്രെയിൻസുകളൊക്കെ വേണമായിരുന്നു ഇങ്ങോട്ട് അല്ലേ? ഏതാണെന്നറിയോ, നമ്മളിലെ കായംകുളത്ത് നിന്ന് എറണാകുളം പോകുന്ന ഒരു വീഡിയോ ഒക്കെ ചെയ്തില്ലേ, വളരെ സ്റ്റോപ്പുകൾ കുറവുള്ളൊരു മെമോ. പിന്നെ നമ്മുടെ പാവപ്പെട്ടവൻ്റെ വന്ദേ ഭാരത് എറണാകുളം ജംഗ്ഷനിൽ പെട്ടെന്ന് എത്തുന്നത്, അതേണക്കത്തെ കുറച്ച് മെമോ ട്രെയിൻസുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ മെമോ ട്രെയിനിൻ്റെ ഒരു ട്രാവൽ എക്സ്പീരിയൻസ് ഒരിക്കലും ഈ പറയുന്ന ഈ ജനശതാബ്ദിയിൽ എനിക്ക് കിട്ടിയില്ല കേട്ടോ. ലോ പ്രയോറിറ്റി വണ്ടിയാണ്. ഒരുപാട് തവണ പിള്ളേർ കളിക്കുന്നുണ്ട്. നല്ല വൈബല്ലേ വൈകുന്നേര സമയത്ത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ മെമു ട്രെയിനൊക്കെ വളരെ ലോ പ്രയോറിറ്റി കൊടുക്കുന്നൊരു ട്രെയിനല്ലേ. ഇങ്ങനെ ഒരുപാട് സ്റ്റേഷൻസിലൊക്കെ നിർത്തി വലച്ച് തിരിച്ച്. പക്ഷെ അതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ജനശതാബ്ദിയൊക്കെ ഇത്രയും ഹൈ പ്രയോറിറ്റി വണ്ടിയിൽ ഇങ്ങനൊന്നും ആയിരിക്കരുത്. അടുത്ത സ്റ്റേഷൻ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെത്തി. നല്ല ഇരുട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കാഴ്ചകളൊക്കെ അതനുസരിച്ചുള്ള മങ്ങലുകളായിരിക്കും. എന്തായാലും നമ്മൾ കൊല്ലം വരലേ ഉള്ളൂ. ഇനി 2 സ്റ്റോപ്പും കൂടെ ഉള്ളൂ. ആരുടെ ഇത് ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്ത്, നോ ടെൻഷൻ നോ ഫ്രീ വാക്കിംഗ്. വൈകിട്ട് നടക്കാൻ ഇറങ്ങിയതാന്ന് തോന്നുന്നു. ഇതോ അടുത്ത് പട്ടിസാറും ഉണ്ടായിരുന്നു. ആർക്കും ഒരു ശല്യമില്ലാതാ പോകുന്നു നടന്ന്. എവിടുന്നോ അഴിഞ്ഞു പോയതാവാം പാവം. എന്തായാലും ദേ നടന്ന് പോകുന്നു. നമ്മൾ ആലപ്പുഴയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിന്നൊക്കെ ഓൾറെഡി നമ്മൾ പല വ്ളോഗുകളും ചെയ്തിട്ടുള്ളതാണ് ഈ സ്റ്റേഷനിലെ. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ കുട്ടനാട് ബഡ്ജറ്റ് ട്രിപ്പൊക്കെ ഇവിടെ അല്ലായിരുന്നോ, ആ ട്രെയിനിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തത്. കുറച്ച് നേരം പോയി സീറ്റ് ഇരിക്കാം. അങ്ങനെ റെസ്റ്റൊക്കെ എടുത്ത് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും കായംകുളം ജംഗ്ഷനിലെത്തി. എഴുന്നേറ്റ് വന്നതല്ല, കായംകുളം ജംഗ്ഷൻ എത്തി എന്നറിയാവുന്നത് കൊണ്ട് വന്നതാണ്, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇരുട്ടാണ് 2 സൈഡും. എന്നിരുന്നാലും നോക്കാം. വണ്ടി നിർത്തട്ടെ. വന്നു പ്ലാറ്റ്ഫോമിൻ്റെ അടുത്ത്, പ്ലാറ്റ്ഫോം സൈഡ് വന്ന്. അപ്പോൾ നമ്മൾ കായംകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇനിയുള്ളത് കൊല്ലമാണേ. അപ്പോൾ കൊല്ലം കൂടെ എത്തിക്കഴിഞ്ഞാൽ വീഡിയോ വൈൻഡപ്പ് ആവുകയാണ് കേട്ടോ. ഗൈസ്, അങ്ങനത്തെ സമയം 8:15 ആയപ്പോഴേക്കും, കറക്റ്റ് 8:15 നമ്മളിതാ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. പ്ലാറ്റ്ഫോം നമ്പർ 1-ൽ നമ്മൾ വന്ന ജനശതാബ്ദി എക്സ്പ്രസ് ആണ് ഈ കിടക്കുന്നത്. ഇനി ഈ ട്രെയിൻ നേരെ വർക്കലയിൽ നിർത്തും. അവിടെ നേരെ തിരുവനന്തപുരം സെൻട്രൽ. ട്രെയിനിൻ്റെ ജേണി അവസാനിച്ചു. നമ്മുടെ ജേണി തൊട്ട്, അതായത് ഒരു 2 സ്റ്റോപ്പ് മുന്നേ കൊല്ലത്തും അവസാനിച്ചു. ഇനി പുറത്തോട്ട് ഇറങ്ങിയാലോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ കണ്ട കാഴ്ചകൾ നിങ്ങളെ കാണിച്ചതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തുള്ള ട്രെയിൻ യാത്രകളും ട്രെയിനിൻ്റെ വ്ളോഗും ട്രെയിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗർ വൈൻഡപ്പ് ചെയ്യുവാണ്. ബൈ 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 ബൈ.